സോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അതായത് ഈ ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശത്തിലേക്ക് കടക്കുകയാണ്. അതായത് കോസെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോകളിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കോസെറ്റ് എന്തിനാണ് പഠിക്കുന്നത് അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. കോസെറ്റ് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റിലേക്കാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എടുക്കാൻ പോകുന്നത് ലഗ്രാഞ്ചേസ് തിയറം എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളതും വളരെ എളുപ്പമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു തിയറമാണ്. പിന്നെ അതിന്റെ രണ്ടോ മൂന്നോ കോൺസിക്വൻസുകൾ കൂടിയാണ് നമ്മൾ കൊറോളറി അല്ലെങ്കിൽ വേറെ തിയറങ്ങളുടെ രൂപത്തിൽ നമ്മൾ പറയുന്നത്. പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിന്റെ കോസെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ എസൻസ് എന്ന് പറയുന്നത് ഈ ഇന്ന് എടുക്കുന്ന ക്ലാസ് ആണ്. അപ്പൊ ഇന്ന് എടുക്കുന്ന ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് മനസ്സിലാവണമെങ്കിൽ കോസെറ്റിന്റെ ഐഡിയ നല്ലോണം ഉണ്ടാവണം. മാത്രമല്ല ഇത് വെച്ചിട്ട് ഇത് മറ്റു പല തിയറങ്ങളിലേക്കുള്ള ഒരു വേ കൂടിയാണ്. ഈ തിയറങ്ങൾ ഉപയോഗിച്ച് മറ്റു പല കോൺസെപ്റ്റുകളും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ലഗ്രാഞ്ചേസ് തിയറം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറമാണ്. കേട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് ലഗ്രാഞ്ചേസ്. ഇതാണ് തിയറം പറയുന്നത്. ലെറ്റ് G be a finite group and H be a subgroup of G. ഇത് സബ്സെറ്റ് അല്ല, സബ് ഗ്രൂപ്പ് ആണ്. ലെറ്റ് G be a finite group and H be a subgroup of G. Then order of H is a divisor of order of G. അതായത് G എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ H അതിന്റെ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ഓർഡർ ആ Hന്റെ ഓർഡർ, അതായത് Hലുള്ള എലിമെന്റുകളുടെ എണ്ണം, അതാണ് ഈ ഓർഡർ എന്ന് പറയുന്നത്. മോഡ് H, ഓർഡർ ഓഫ് H is a divisor of order of G. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ order of H divides order of G. Order of H divides order of G. If G is a finite group and H is any subgroup of G, then order of H divides order of G. അല്ലെങ്കിൽ order of G is a multiple of order of, പല തരത്തിൽ പറയാം. ഒന്നുമില്ലെങ്കിൽ order of H is a divisor of order of G, അതല്ലെങ്കിൽ order of H divides order of G, അതല്ലെങ്കിൽ order of G is a multiple of order of H. ഇങ്ങനെ പല മറ്റ് പ്രോബ്ലങ്ങളൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഈ ഡെഫിനിഷൻസ് മാറി മാറി എടുക്കുന്നു. എന്തായാലും ഓർക്കുക, ലഗ്രാഞ്ചേസ് തിയറം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. If G is a finite group and H is a subgroup of G, then order of H divides order of G എന്നുള്ളതാണ്. അല്ലെങ്കിൽ order of H is a divisor of order of G എന്നുള്ളതാണ് നമ്മുടെ ലഗ്രാഞ്ചേസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് വളരെ കുറച്ച് ചെറിയ പ്രൂഫേ ഉള്ളൂ, വളരെ എളുപ്പവുമാണ് അത് പ്രൂവ് ചെയ്യാനായിട്ട്. പ്രൊവൈഡഡ് യു നോ ദ കോൺസെപ്റ്റ് ഓഫ് കോസെറ്റ്സ്. നോക്കാം നമുക്ക്. ഗിവൺ G is a finite group and H is any subgroup of G. G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്, ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണെന്ന് ഓർക്കണം. H എന്ന് പറയുന്നത് G യുടെ ഒരു സബ് ഗ്രൂപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് H എന്ന് പറയുന്നത് G യുടെ സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് H ഉം ഫൈനൈറ്റ് ആയിരിക്കും. H എന്ന് പറയുന്നതും ഫൈനൈറ്റ് ആയിരിക്കും. ഓൾസോ സപ്പോസ് ഓർഡർ ഓഫ് G equal to n. അപ്പോൾ G എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണ്. സപ്പോസ് അപ്പോൾ G ഫൈനൈറ്റ് ആയതുകൊണ്ടും H സബ് ഗ്രൂപ്പ് ആയതുകൊണ്ടും H ഫൈനൈറ്റ് ഗ്രൂപ്പ് ആയിരിക്കും. സപ്പോസ് ഓർഡർ ഓഫ് G equal to n, അതായത് G യിലെ n എലമെന്റ്സ് ആണ് ഉള്ളത്, n എൻട്രീസ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക. G യിലെ n എൻട്രീസ് ഉണ്ട്. നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഓർക്കുക H ഫൈനൈറ്റ് ആണ്. കൺസിഡർ ദ കോസെറ്റ്സ് ഓഫ് H. അപ്പൊ നമ്മൾ Z-ലെ 3Z കോസെറ്റുകൾ, 2Z 4Z കോസെറ്റുകളൊക്കെ പറഞ്ഞ പോലെ നമ്മൾ Gയിലെ Hന്റെ കോസെറ്റുകൾ എഴുതുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് Hന്റെ കോസെറ്റുകൾ എന്ന് വിചാരിക്കുക. സപ്പോസ് A1H, A2H എക്സെട്ര AKH, K കോസെറ്റുകളാണ്. n കോസെറ്റുകൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ Z എന്ന് പറയുന്ന ഗ്രൂപ്പിൽ 3Z എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിന്റെ 3 കോസെറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവിടെ Gയിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് n കോസെറ്റുകൾ കിട്ടിക്കൊള്ളുന്നു എന്നൊന്നുമില്ല. അപ്പൊ ഈ കാണുന്നതാണ് കോസെറ്റ്സ് ഓഫ് H എന്ന് പറയുന്നത്. A1H, A2H എക്സെട്ര AKH, K കോസെറ്റുകളാണ് H എന്നുള്ളത്. ഓൾസോ ഞാൻ പറഞ്ഞല്ലോ H is a finite subgroup. കാരണം G ഫൈനൈറ്റ് ആണ്. അപ്പൊ H ഫൈനൈറ്റ് ആണ്. H ഫൈനൈറ്റ് സബ് ഗ്രൂപ്പ് ആണ്. I am supposing order of H equal to m. Order of H equal to m എന്ന് വിചാരിക്കുക. അതായത് Hല് m എലമെന്റുകളാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. Gയില് n എലമെന്റ്സ് ആണ് ഉള്ളത്. Hന് K കോസെറ്റുകൾ ഉണ്ട്. അതായത് A1H, A2H എക്സെട്ര AKH എന്ന് പറയുന്ന K കോസെറ്റുകൾ ഉണ്ട്. മാത്രമല്ല Hല് m എലമെന്റ്സും ഉണ്ട്.
ഓക്കെ, നമ്മൾ സെഡിന്റെയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ തീരത്തിനനുസരിച്ച് എച്ചിൽ എത്ര എലമെന്റുകളാണോ ഉള്ളത് അത്രയും എലമെന്റുകൾ തന്നെ എച്ചിന്റെ ഏത് കോസെറ്റ് എടുത്താലും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഓർഡർ ഓഫ് എച്ച് എം ആണെങ്കിൽ ഓർഡർ ഓഫ് A1H, ഓർഡർ ഓഫ് A2H, എക്സെട്ര ഓർഡർ ഓഫ് AKH എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? എം തന്നെയായിരിക്കും. എച്ചിലെ എം എലമെന്റുകൾ ഉണ്ടെങ്കിൽ എച്ചിന്റെ മറ്റേത് കോസെറ്റ് എടുത്താലും അതിൽ എത്ര എലമെന്റുകളെ ഉണ്ടാവുള്ളൂ? എം എലമെന്റ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് if order of H equal to m, then order of A1H, order of the cosets, order of A1H, order of A2H, etc. order of AKH is also m. നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഇസഡിനും 3z എന്ന് പറയുന്ന ഇസഡിന്റെ ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ഈ 3zന്റെ കോസറ്റുകൾ എന്ന് പറഞ്ഞാൽ ദേ ഫോംസ് എ പാർട്ടീഷൻ. ലെഫ്റ്റ് കോസറ്റുകൾ എന്ന് പറഞ്ഞാൽ ദേ ഫോംസ് അല്ലെങ്കിൽ റൈറ്റ് കോസറ്റുകൾ. ലെഫ്റ്റ് കോസറ്റ്സ് ഓഫ് 3z ഫോംസ് എ പാർട്ടീഷൻ ഓഫ് z. അതായത് ആ കോസറ്റുകൾ മ്യൂച്വലി ഡിസ്ജോയിന്റ് ആയിരിക്കും. ആ കോസറ്റുകളിലെല്ലാം യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ ഗ്രൂപ്പ് ആയിട്ടുള്ള z കിട്ടുകയും ചെയ്യും. That can be proved using ഞാൻ പറഞ്ഞിരുന്നു കോസെറ്റ് ഇക്വലൻസ് റിലേഷന്റെ ഒരു ടേംസിൽ ഇക്വലൻസ് റിലേഷൻ വെച്ചിട്ട് ഒരു ഡെഫിനിഷൻ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതായത് കോസെറ്റ്സ് ഓഫ് എ സബ്ഗ്രൂപ്പ് H of G forms a partition of G. അതായത് ഈ A1H, A2H, etc. AKH എന്ന് പറയുന്നത് എല്ലാം തന്നെ മ്യൂച്വലി ഡിസ്ജോയിന്റ് ആയിരിക്കും. സെഡിന്റെയും 3zന്റെ കോസറ്റുകൾ പോലെ. പണ്ടത്തെ വീഡിയോ ഓർക്കുന്നുണ്ടെങ്കിൽ സെഡില് 3zന്റെ കോസറ്റുകൾ പോലെ ഈ കോസറ്റുകൾ എല്ലാം തന്നെ മ്യൂച്വലി ഡിസ്ജോയിന്റ് ആയിരിക്കുകയും ചെയ്യും. ഈ കോസറ്റുകൾ എല്ലാത്തിന്റെയും യൂണിയൻ നമുക്ക് ഒറിജിനൽ ഗ്രൂപ്പ് ആയിട്ടുള്ള G തന്നെയായിരിക്കും കിട്ടുക. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. A1H intersection A2H intersection etc. AKH equal to 5. They are mutually disjoint. Their union is A1H union A2H union etc. union AKH is G. അപ്പോ Hന്റെ k കോസറ്റുകൾ ഉണ്ടെങ്കിൽ ഈ k കോസറ്റുകൾ they forms a partition of G. അതായത് these cosets will be mutually disjoint and the union of these cosets will be G itself. അതാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറയുന്നത്. അതായത് cosets forms a partition of G. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞത്. Hലെ n എലമെന്റുകൾ ഉണ്ട്. Gയിലെ n എലമെന്റുകൾ ഉണ്ട്. H Gയുടെ സബ് ഗ്രൂപ്പ് ആണ്. Hന്റെ കോസറ്റുകൾ k കോസറ്റുകളാണ് ഉള്ളത്. A1H, A2H, etc. AKH ആണ് അതിന്റെ കോസറ്റുകൾ. അപ്പോൾ Gയിലെ n എലമെന്റ്സ് ഉണ്ട്, k കോസറ്റുകൾ ഉണ്ട്. ഓരോ കോസറ്റിലും m എലമെന്റ്സും ഉണ്ട്. Gയിലെ n എലമെന്റ്സ് ആണ്, Hലെ m എലമെന്റ്സ് ആണ്. മാത്രമല്ല Hന് k കോസറ്റുകളും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. മാത്രമല്ല ഈ H എന്ന് പറയുന്ന കോസറ്റുകൾ എന്ന് പറയുന്നത് പാർട്ടീഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് കണ്ടീഷൻസും അതിൽ നിന്ന് കിട്ടും. നൗ ഇത് പാർട്ടീഷൻ ഫോം ചെയ്യുന്നത് കാരണം, അതായത് ഈ കോസറ്റുകളെല്ലാം പാർട്ടീഷൻ ഫോം ചെയ്യുന്നത് കാരണം G എന്ന് പറഞ്ഞാൽ ഈ കോസറ്റുകളിലേക്ക് യൂണിയൻ ആണ്. അത് നമ്മൾ പറഞ്ഞു. A1H യൂണിയൻ etc. AKH യൂണിയൻ AKH is G. അപ്പോൾ ഓർഡർ ഓഫ് G എന്ന് പറഞ്ഞാൽ, അതായത് Gയിൽ എത്ര എലമെന്റുകൾ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? Gയിലെ എലമെന്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ A1H ഉള്ള എലമെന്റുകളുടെ എണ്ണം പ്ലസ് A2H ഉള്ള എലമെന്റുകളുടെ എണ്ണം പ്ലസ് എക്സെട്ര AKH എന്ന് പറയുന്ന കോസറ്റിലുള്ള എലമെന്റുകളുടെ എണ്ണം. അതാണ് ഓർഡർ ഓഫ് G, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ G. ഓർക്കുക, G എന്ന് പറയുന്നത് ഈ കോസറ്റുകളുടെ ഒക്കെ യൂണിയൻ ആണ്. ഈ കോസറ്റുകളൊക്കെ മ്യൂച്വലി ഡിസ്ജോയിന്റ് ആണ്. അതായത് they forms a partition. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് G will be the same as അല്ലെങ്കിൽ will be the sum of number of elements of A1H, number of elements of A2H, etc. number of elements of AKH. ഓരോ കോസറ്റിലെയും എലമെന്റുകളുടെ എണ്ണം ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടുന്നത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് G എന്ന് പറയുന്ന ഹോൾ ഗ്രൂപ്പിലെ എലമെന്റുകളുടെ എണ്ണം കിട്ടും. അതാണ് ഈ കോസറ്റുകളുടെ പ്രത്യേകത. Z ഉം 3Z എക്സാമ്പിൾ വെച്ചിട്ട് കോറിലേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ Hന്റെ എല്ലാ കോസറ്റുകളും എടുത്തു കഴിഞ്ഞാൽ, ലെഫ്റ്റ് കോസറ്റുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടീഷൻ ഫോം ചെയ്യും. അതായത് അതിന്റെ എല്ലാം കോസറ്റുകളെല്ലാം യൂണിയൻ G ആണ്. മാത്രമല്ല ഈ കോസറ്റുകളെല്ലാം ഡിസ്ജോയിന്റ് ആണ്. അതുകൊണ്ട് Gയിലത്തെ എലമെന്റുകളുടെ എണ്ണം, ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് ഓരോ കോസറ്റിലും ഉള്ള എലമെന്റുകളുടെ എണ്ണത്തിന്റെ സം ആണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓർഡർ ഓഫ് G ഈക്വൽ ടു ഓർഡർ ഓഫ് A1H പ്ലസ് ഓർഡർ ഓഫ് A2H പ്ലസ് എക്സെട്ര ഓർഡർ ഓഫ് AKH. അപ്പോൾ ഓർഡർ ഓഫ് G എന്ന് പറഞ്ഞാൽ എന്താണ്? n ആണ്. n ഈക്വൽ ടു ഓർഡർ ഓഫ് A1H എന്ന് പറയുമ്പോൾ A1H എത്ര എലമെന്റുകളാണ് ഉള്ളത്? ഈ m എലമെന്റ്സ് ആണ് ഉള്ളത്. H എത്ര എലമെന്റുകൾ ഉണ്ടാവുക? അത്ര എലമെന്റ്സ് ആണ് A1H ലും A2H ലും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഓർഡർ ഓഫ് G എന്ന് പറഞ്ഞാൽ n ആണ്. ഓർഡർ ഓഫ് A1H എന്ന് പറഞ്ഞാൽ m ആണ്. ഓരോന്നും m ആയിരിക്കും. അപ്പോൾ n ഈക്വൽ ടു m പ്ലസ് എക്സെട്ര ടു m. എത്ര mകൾ ഉണ്ടാവും? k m's ഉണ്ടാവും. കാരണം k കോസറ്റുകളാണ് ഉള്ളത്. A1H, A2H, etc. AKH എന്ന് പറയുന്ന k കോസറ്റുകളാണ് Hന് Gയിലുള്ളത്. അപ്പോൾ n ഈക്വൽ ടു m പ്ലസ് എക്സെട്ര m
k കോസറ്റുകൾ ഉള്ളത് k ടൈംസ്, അതായത് n ഈക്വൽ ടു mk, n ഈക്വൽ ടു mk. നോക്കൂ, n ഈക്വൽ ടു mk. അപ്പോൾ n എന്ന് പറയുന്നത് ജിയിലുള്ള എലിമെന്റുകളുടെ എണ്ണമാണ്. n എന്ന് പറയുന്നത് ജിയിലുള്ള എലിമെന്റുകളുടെ എണ്ണമാണ്. മാത്രമല്ല അത് എന്തിന്റെ പ്രൊഡക്റ്റ് ആണ്? എമ്മിന്റെയും കെയുടെയും പ്രൊഡക്റ്റ് ആണ്. m എന്ന് പറഞ്ഞാൽ എച്ചിലുള്ള എലിമെന്റുകളുടെ എണ്ണമാണ്, അതായത് ഓർഡർ ഓഫ് h ആണ്. അപ്പോൾ in other words we can say that order of g equal to order of h into k. Order of g equal to order of h into k. ഇതിനർത്ഥം എന്താണ്? That is m അല്ലെങ്കിൽ order of h equal to അല്ലെങ്കിൽ order of h എന്ന് പറയുന്നത് m is a divisor of n അല്ലെങ്കിൽ order of h is a divisor of order of h is a divisor of order of g. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ n equal to mk ആണ്. n equal to mk എന്ന് പറയുമ്പോൾ n എന്ന് പറയുന്നത് m ന്റെ മൾട്ടിപ്പിൾ ആണ്. n becomes a multiple of m, അതായത് order of g becomes a multiple of order of h, അല്ലെങ്കിൽ m is a divisor of n, അല്ലെങ്കിൽ order of h is a divisor of order of g. എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ n equal to mk എന്ന് വരുമ്പോൾ n is a multiple of m, അതായത് m is a divisor of n. m is a, ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് m is a divisor of n. m is a divisor of n. m എന്ന് പറഞ്ഞാൽ എന്താണ്? order of h ആണ്. order of h is a divisor of n എന്ന് പറഞ്ഞാൽ order of g ആണ്. അപ്പോൾ m is a divisor of n എന്ന് പറഞ്ഞാൽ order of h is a divisor of order of g, അല്ലെങ്കിൽ order of h divides order of g. വളരെ എളുപ്പമുള്ള ഒരു പ്രൂഫാണ്. ആകെ കൂടി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കോസെറ്റിന്റെ പ്രോപ്പർട്ടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കോസെറ്റ്സ് have the same elements as that of h and these cosets forms a partition of g എന്നുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്തും. n equal to mk എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എത്തും. where m is number of elements of each coset, but that is the same as number of elements of h. അപ്പോൾ n equal to mk എന്ന് പറയുമ്പോൾ m is a divisor of n, അല്ലെങ്കിൽ order of h is a divisor of order of g. So this is our first theorem. ഇനി ഇതിന്റെ ഒരു കൊറോളറി ആണ്. നമ്മൾ ഇൻഡെക്സ് ഡിഫൈൻ ചെയ്ത് വെച്ചിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഇൻഡെക്സ് എന്താ എന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് h in g, അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. ഇഫ് g is a finite group and h is a subgroup of g, then index of h in g is order of g divided by order of h. If g is a finite group and h is a subgroup of g, then index of h in g is order of g divided by order of h. ഇൻഡെക്സ്, അതായത് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിന്റെ ലെഫ്റ്റ് കോസെറ്റുകളുടെ എണ്ണമാണ്. ജിയിലെ എച്ചിന് എത്ര ലെഫ്റ്റ് കോസെറ്റുകളോ അതിന്റെ എണ്ണമാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇൻഡെക്സ് ഓഫ് എച്ച് ഇൻ ജി ഈസ് ഓർഡർ ഓഫ് ജി ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച്. വളരെ എളുപ്പമാണ്. ഇതേ പ്രൂഫിന്റെ ഒരു ഒന്ന് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള പ്രൂഫായി. നിങ്ങൾക്കറിയാം ഓർഡർ ഓഫ് ജി ഈക്വൽ ടു എൻ ആണെങ്കിൽ ഓർഡർ ഓഫ് എച്ച് ഈക്വൽ ടു എം ആൻഡ് കെ എന്ന് പറയുന്ന നമ്പർ ഓഫ് കോസെറ്റ്സ് ആണെങ്കിൽ n ഈക്വൽ ടു എം കെ. ഇവിടെ ഞാൻ കഴിഞ്ഞ തീരത്തിൽ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഓർഡർ ഓഫ് ജി ഈക്വൽ ടു എൻ, order of h equal to m and k are the number of cosets, or k is the number of cosets of h in g, then n equal to mk. n equal to mk, അതായത് k equal to n by m. k എന്ന് പറഞ്ഞാൽ number of cosets of h ആണ്. a1h, a2h, etc. k is the number of cosets ആണ്. k is the number of cosets. k is the number of cosets of h. അപ്പോൾ n equal to mk ഈ തീർന്നു തന്നെ വരുന്നതാണ്. ഇതേപോലെ തന്നെയാണ് n equal to mk, that is k equal to n by m. ഈ n എന്ന് പറഞ്ഞാൽ എന്താണ്? order of g ആണ്. m എന്ന് പറഞ്ഞാൽ എന്താണ്? order of h ആണ്. അപ്പോൾ k equal to order of g divided by order of h, that is index k എന്ന് പറഞ്ഞാൽ number of കോസെറ്റുകളാണ്. അതായത് index of h in g is order of g divided by order of h. ഇതിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൊറോളറിയാണ്. ആ കൂടി അറിയേണ്ടത് n equal to mk. n എന്ന് പറഞ്ഞാൽ number of elements in g, m എന്ന് പറഞ്ഞാൽ number of elements of h and k എന്ന് പറഞ്ഞാൽ number of കോസെറ്റുകളാണ് എന്നുണ്ടെങ്കിൽ n equal to mk ആയിരിക്കും. അതിൽ നിന്ന് k എന്താണെന്ന് എഴുതി. k എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ആണ്, നമ്പർ ഓഫ് ലെഫ്റ്റ് കോസെറ്റ്സ് ആണ്, that is n by m or order of g by order of h. വെരി ബേസിക്, വെരി സിമ്പിൾ കൊറോളറി. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഈ തിയറത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസിക്വൻസ് ആണ്. ലഗ്രാഞ്ച് തിയറം പറയുന്നത് എന്താണ്? ഇഫ് h is a subgroup of a finite group g, then order of h divides order of g എന്നാണ് പറയുന്നത്. then order of h divides order of g. അതിന്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള തിയറമാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ if h is a subgroup of a finite group g, then order of h divides order of g. ഇവിടെ നോക്കൂ,
എവറി ഗ്രൂപ്പ്, അത് നമ്മുടെ തിയറത്തിലേക്ക് പോവാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ്. എവറി ഗ്രൂപ്പ് ഓഫ് പ്രൈം ഓർഡർ ഈസ് സൈക്ലിക്. ഒറ്റ നോട്ടത്തിൽ ഇത് ബന്ധമില്ലെന്ന് തോന്നും, പക്ഷെ നമുക്ക് ചെയ്ത് നോക്കാം. എവറി ഗ്രൂപ്പ് ഓഫ് പ്രൈം ഓർഡർ ഈസ് സൈക്ലിക്. ഒരു ഗ്രൂപ്പില് പ്രൈം നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഉള്ളത് എങ്കിൽ അത് സൈക്ലിക് ആയിരിക്കും. ZP, Z5 സൈക്ലിക് ആണ്, നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. Z7 സൈക്ലിക് ആണ്, 5 7 പ്രൈം ആണ്. Z11 സൈക്ലിക് ആണ്. എന്ന് മാത്രമല്ല, ഏതൊരു പ്രൈം ഓർഡർ 11 എലമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പ് സൈക്ലിക് ആയിരിക്കും. എവറി ഗ്രൂപ്പ് ഓഫ് പ്രൈം ഓർഡർ ഈസ് സൈക്ലിക്. പ്രൈം ഓർഡർ ആയിട്ട് വരുന്ന ഏത് ഗ്രൂപ്പും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലെ നമ്പർ ഓഫ് എലമെന്റ്സ് ഒരു പ്രൈം നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് സൈക്ലിക് ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയും പ്രൂഫിലേക്കും പോവാം. കൺസിഡർ ഗ്രൂപ്പ് G such that order of G equal to P where P is prime. നമ്മൾ G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുക്കുകയാണ്, അതൊരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണ്, അത് അതിന്റെ ഓർഡർ P ആണ്, P പ്രൈം നമ്പർ ആണ് എന്ന് വിചാരിക്കും. G എന്ന് പറയുന്ന ഒരു സാധാരണ ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണ്, അതിന് എത്ര മാത്രമേ പ്രത്യേകതയുള്ളൂ, അതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് P ആണ്, where P is prime. P എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ ആണ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? G സൈക്ലിക് ആണ്. എവറി ഗ്രൂപ്പ് ഓഫ് പ്രൈം ഓർഡർ ഇസ് സൈക്ലിക്. G സൈക്ലിക് ആണ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കാം. അപ്പോൾ G is a group and order of G is a prime number P. Now നമ്മൾ സൈക്ലിക് ആണെന്ന് കാണിക്കാനായിട്ട് അതിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ട് എന്ന് കാണിക്കണം. Now I am choosing a element of G. Gയിലത്തെ ഏതോ ഒരു എലമെന്റ് എടുക്കുകയാണ്, such that a not equal to E. E അല്ലാത്ത Gയിലത്തെ ഒരു എലമെന്റ് ഞാൻ എടുക്കുകയാണ്. അങ്ങനത്തെ എലമെന്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഉണ്ടാവണം, പ്രൈം ഓർഡർ ആയതുകൊണ്ട് അങ്ങനത്തെ എലമെന്റ് ഉണ്ടാകണം. അപ്പോൾ I am choosing a element of G such that a not equal to E. E അല്ലാത്ത ഒരു എലമെന്റ് Gയിൽ ഞാൻ എടുക്കുകയാണ്. Now I am constructing a subgroup H which is generated by a element of G such that a not equal to E, and H is a subgroup that is generated by A. H equal to subgroup generated by A. അപ്പോൾ ഓർക്കുക, A E അല്ല, then that means H not equal to E. Choose a element of G such that a not equal to E and H is a subgroup generated by A. As A not equal to E, H not equal to H എന്ന് പറയുന്ന സബ്ഗ്രൂപ്പ് ഐഡന്റിറ്റി ട്രിവിയൽ സബ്ഗ്രൂപ്പ് അല്ല, വേറെ എലമെന്റുകളുണ്ട്. H not equal to E ആണ്. അപ്പോൾ by Lagrange's theorem order of H divides order of G. H എന്ന് പറയുന്ന സബ്ഗ്രൂപ്പ് അല്ലേ, Lagrange's theorem എന്താ പറയുന്നത്? ഏതൊരു സബ്ഗ്രൂപ്പിലെ ഓർഡറും ഒറിജിനൽ ഗ്രൂപ്പിലെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ H എന്ന് പറയുന്ന A കൊണ്ട് ജനറേറ്റ് ചെയ്ത സബ്ഗ്രൂപ്പിന്റെ ഓർഡർ ഓഫ് H divides order of G. Order of H divides order of G. അല്ലെങ്കിൽ order of H divides order of G പറഞ്ഞ ഒരു പ്രൈം നമ്പർ ആണ്. Order of H divides a prime number. Order of H divides a prime number. H എന്ന് പറഞ്ഞാൽ ഓർക്കുക, സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ a നോൺ സീറോ എലമെന്റ് A ആണ്. ഇവിടെ കിട്ടിയിട്ടുള്ളത് order of H divides a prime number. ഇതിന്റെ അർത്ഥം എന്താണ്? എപ്പോഴാണ് ഒരു പ്രൈം നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത് മറ്റൊരു നമ്പർ? either order of H equal to 1 or order of H equal to p പ്രൈം നമ്പർ ആണ്. അപ്പോൾ ഒരു നമ്പർ order of H ആ p നെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ order of H 1 ആയിരിക്കണം, അതല്ലെങ്കിൽ order of H p എന്ന് പറയുന്ന പ്രൈം നമ്പർ തന്നെയായിരിക്കണം. order of H 1 ആവാൻ യാതൊരു സാധ്യതയില്ല, കാരണം H not equal to E ആണ്. H not equal to E. അപ്പോൾ order of H as H not equal to E, order of H not equal to 1. അതിന്റെ അർത്ഥം എന്താണ്? order of H equal to p. ഓർക്കുക, order of H divides a prime number p. That means order of H equal to 1 or order of H equal to p. But as H not equal to E, order of H not equal to 1. That means order of H equal to p. ഇതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം. p എന്ന് പറയുന്ന പ്രൈം നമ്പറിനെ order of H ഡിവൈഡ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം order of H 1 ആണ് അല്ലെങ്കിൽ order of H p ആണ്. പക്ഷെ order of H ഒരിക്കലും 1 ആവില്ല, കാരണം H not equal to E. അപ്പോൾ അതിന്റെ അർത്ഥം order of H equal to p. order of H equal to p എന്ന് പറഞ്ഞാൽ what is order of G? order of G p തന്നെയാണ്. അപ്പോൾ order of H equal to p എന്ന് പറഞ്ഞാൽ order of H equal to order of G. order of G യുടെ അതേ H എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിനെ G എന്ന് പറയുന്ന ഒറിജിനൽ ഗ്രൂപ്പിന്റെ അതേ ഓർഡർ വന്നു. അതിന്റെ അർത്ഥം എന്താണ്? H equal to G. ഒറിജിനൽ ഗ്രൂപ്പിന്റെ അതേ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് H ലുള്ളത്, അതിന്റെ സബ് ഗ്രൂപ്പ് ആയിട്ടുള്ള H ലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the only possibility is H equal to G. പക്ഷേ H എന്ന് പറഞ്ഞാൽ എന്താണ്? സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ A ആണ്. But H equal to G means G equal to the subgroup generated by A. G is the subgroup generated by A. അതായത് what is the condition of G? G is also cyclic. വളരെ ബേസിക് എളുപ്പമുള്ള ഒരു പ്രൂഫാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ പ്രൂഫ്, ബട്ട് ഇറ്റ് ഇസ് എ പവർഫുൾ റിസൾട്ട്. അപ്പോൾ എവറി ഗ്രൂപ്പ് ഓഫ് പ്രൈം ഓർഡർ ഈസ്
സൈക്ലിക് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട റിസൾട്ടിലേക്ക് നമ്മൾ പോയി. ഡ്യൂ ടു ദ or it is a consequence of our Lagrange's theorem. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ പ്രധാനമായിട്ടുള്ള ഈ ഹോൾ മൊഡ്യൂളിൽ വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒറ്റ ക്ലാസ്സിൽ കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്, കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ പ്രൈം ഓർഡറിലെ ഏത് ഗ്രൂപ്പ് എടുത്താലും അത് സൈക്ലിക് ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ്. അടുത്തൊരു തിയറത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ലെറ്റ് G be a finite group, then for a element of G, order of A divides order of G. അതും വളരെ ബേസിക് ആയിട്ടുള്ള ഇത്രയൊക്കെ പ്രശ്നമുള്ളതല്ല, വളരെ എളുപ്പമുള്ള ഒരു തിയറമാണ്. G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുക്കുകയാണ്. G എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഒരു എലമെന്റ് ആണ് A എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ order of A divides order of G. Order of A എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. It is the smallest integer n such that a raised to n equal to e. Order of A എന്ന് പറഞ്ഞാൽ smallest integer n such that a raised to n equal to n നെയാണ് smallest positive integer n such that a raised to n equal to positive integer നെയാണ് നമ്മൾ order of A എന്ന് പറയുന്നത്. നമുക്ക് എഴുതാം smallest positive integer n such that a raised to n equal to e order of A. ഇതാണ് order of A യുടെ definition. Smallest positive integer n such that a raised to n equal to e. അതിനെയാണ് order of A എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു G എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ആണ്. അതിലത്തെ ഏതോ ഒരു എലമെന്റ് ആണ് A. അങ്ങനെയാണെങ്കിൽ order of A divides order of G. ബേസിക് വളരെ എളുപ്പമുള്ള ഒരു പ്രൂഫാണ്. Given G is a finite group and A element of G. Now I am taking H as the subgroup generated by A. H as ഇവിടുത്തെ പോലെ തന്നെ H as subgroup generated by A. അപ്പോൾ by Lagrange's theorem order of H divides order of G. പക്ഷേ അതിന് മുന്നേ H is a subgroup generated by A, cyclic group generated by A. അപ്പോൾ order of H equal to order of A ആയിരിക്കും. ഇത് മുന്നത്തെ ക്ലാസ്സുകളിൽ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് വീണ്ടും പറയാം. Z4 എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണ്. അതിന്റെ ജനറേറ്റേഴ്സ് ആണ് 1ഉം 3ഉം. Z4 is generated by both 1 or 3. രണ്ടും ജനറേറ്റേഴ്സ് ആണ്. 1 raised to 4 എന്ന് പറഞ്ഞാൽ 1 plus 1 plus 1 plus 1. 4 പ്രാവശ്യം 1 ആഡ് ചെയ്യുമ്പോൾ 0 വരും. 3 raised to 4, 3 plus 3 plus 3 plus 3. 4 പ്രാവശ്യം 3 ആഡ് ചെയ്യുമ്പോൾ അതും 0 വരും. അപ്പോൾ order of 1 equal to 1 cube 3 അല്ല. 1 raised to 3 നമുക്ക് 0 കിട്ടില്ല. 3 raised to 3 0 കിട്ടില്ല. അപ്പോൾ the smallest integer such that 1 raised to n equal to 0 in Z4 is 4 itself. അപ്പോൾ നോക്കൂ Z4 ന്റെ order of Z4 എന്ന് പറഞ്ഞാൽ 4 എലമെന്റുകളാണ് ഉള്ളത്. Order of Z4 is the order of that generator. 1 in the same order ആണ്. 1 order of 1. Order of Z4 is order of 1. It is the same as order of 3 കാരണം 1 raised to 4 equal to 0. 3 raised to 4 is also 0. It is 4 is the smallest such integer. Just ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ if H is the subgroup generated by A, then similar to this, order of H equal to order of A. Order of Z4 എന്ന് പറഞ്ഞാൽ order of 1 രണ്ടും സെയിം ആണ്. Order of H equal to order of A. By Lagrange's theorem, order of H divides order of G. അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഓർഡർ ഓഫ് H ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ഓർഡർ ഓഫ് H ഡിവൈഡ്സ് ഓർഡർ ഓഫ് G ആണ്. പക്ഷേ ഓർഡർ ഓഫ് H എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് A തന്നെയാണ്. അതായത് ഓർഡർ ഓഫ് A ഡിവൈഡ്സ് ഓർഡർ ഓഫ് G. ഇറ്റ്സ് വെരി ബേസിക് പ്രൂഫ്, വളരെ എളുപ്പമുള്ള ഒരു പ്രൂഫാണ്. ആ കൂടി ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. H എന്ന് പറയുന്ന ഒരു A ജനറേറ്റ് ചെയ്യുന്ന ഒരു സബ് ഗ്രൂപ്പ് ആയിട്ട് എടുക്കണം. ഇഫ് A is element of G, then order of H is the same as order of A. Order of H divides order of G, so order of A also divides order of G. വളരെ ബേസിക് എളുപ്പമുള്ള റിസൾട്ടാണ്. അപ്പോൾ പ്രധാനമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ട് പറഞ്ഞത്, ഒന്ന്, for every finite group G and its subgroup H, order of H divides order of G, അല്ലെങ്കിൽ order of H is a divisor of order of G. രണ്ടാമത് പറഞ്ഞത് a group of prime order is cyclic. രണ്ട് പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ്. ആദ്യത്തേത് ലഗ്രാഞ്ചേസ് തിയറം ആണ്. രണ്ടാമത്തേത് അതിന്റെ കോൺസിക്വൻസ് ആയിട്ടുള്ള മറ്റൊരു തിയറമാണ്. order of if the order of any group is prime, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെ പ്രൈം നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഉള്ളത് എങ്കിൽ അത് സൈക്ലിക് ആയിരിക്കും. ഒരു എലമെന്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ആയിരിക്കും. പിന്നെ അതിലും പ്രധാനപ്പെട്ട തിയറം ഇതാണ് ലഗ്രാഞ്ചേസ് തിയറം. H എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് അതിന്റെ ഓർഡർ G എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും if G is a finite group. So we will stop here now. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള 2-3 പ്രോബ്ലംസും ചെറിയ തിയറംസും കൂടി ഉണ്ട്. അത് നമുക്ക് എടുക്കാം. So we will stop here.